കർത്താവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനത്തിൻ്റെ ആഴമായ സത്യങ്ങൾ ഇതുവരെയും ആരും പറയാത്തതും പറയാൻ ആഗ്രഹിക്കാത്തതും പറയാൻ ധൈര്യപ്പെടാത്തതുമായ ധാരാളം വിഷയങ്ങൾ കർത്താവിൻ്റെ തിരുനാമ മഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കും വിശുദ്ധ സഭ സത്യത്തിൻ്റെ തൂണാകയാൽ അത് ലോകം മുഴുവൻ മഹാസത്യത്തെ ഉയർത്തിക്കാട്ടേണ്ടതിന് കഴിയുന്നിടത്തോളം എല്ലാ എററുകളും മാലിന്യങ്ങളും മാറിപ്പോകേണ്ടതിന് വിശുദ്ധ വചനത്തിൻ്റെ സത്യങ്ങൾ ഓരോന്നായിട്ട് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചെറിയ ഉദ്യമത്തിൽ പങ്കാളികളാകുകയും പ്രാർത്ഥിക്കുകയും ഈ സന്ദേശങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്ന എല്ലാ വിശുദ്ധന്മാരോടുള്ള പ്രത്യേക സ്നേഹവും വന്ദനവും നന്ദിയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിശ്ചയമായിട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ കേൾക്കുന്ന സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധന്യമായി മാറും. നിങ്ങൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തെ കുറച്ചും കൂടെ ആഴമായിട്ട് അറിയാനും ദൈവത്തെ സംബന്ധിച്ച അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പരിജ്ഞാനത്തിൽ വളരുവാനും ഉതകും എന്നതിൽ തർക്കമില്ല. മുൻവിധി കൂടാതെ തുറന്ന ഹൃദയത്തോടെ തിരുവെഴുത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് ശോധന ചെയ്ത ബെറോവക്കാരെ പോലെ നമുക്കും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ആയിരിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന വിഷയം, നോഹയുടെ പെട്ടകത്തിൽ നോഹയെ കൂടാതെ മറ്റ് മനുഷ്യർ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഒരു പക്ഷേ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സന്ദേശമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് പറയും, തുടങ്ങി ദുരുപദേശം. ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഉടനെ ദുരുപദേശമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കേരളത്തിൽ ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഇരയാണ് ഞാൻ. കാരണം എന്ത് പറഞ്ഞാലും ഉടനെ അതിനെ ദുരുപദേശം എന്ന് പറയുന്നത് മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവ സവിശേഷത നമ്മുടെ മതത്തിൻ്റെ ഇടയിലുണ്ട്. റിലീജിയൻ്റെ ക്രിസ്ത്യാനിയുടെ ഇടയിലില്ല, ക്രിസ്തീയ മതത്തിൻ്റെ ഇടയിലുണ്ട്. ഇത് ട്രൂ ക്രിസ്ത്യൻസ് ഒരിക്കലും അങ്ങനെ സഡൻലി ആരെയും ജഡ്ജ് ചെയ്യാറില്ല. അപ്പോൾ ഉടനെ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും കഥയുമായിട്ട് നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമെങ്കിലും നോർമലി അങ്ങനെ ചെയ്യാറില്ല. ഇതങ്ങനെ തന്നെയാണ് ഒന്ന് ചോദിക്കാനും ചിന്തിപ്പാനും മനസ്സിലാക്കാനും ശ്രമിക്കണം എന്ന് ഞാൻ വളരെ താഴ്മയോടെ ഓർമ്മിപ്പിക്കുന്നു. നോഹയുടെ പെട്ടകത്തിൽ നോഹയെ കൂടാതെ മനുഷ്യരുണ്ടായിരുന്നു. ഞാനതിൻ്റെ ചെറിയ ഒരു വിവരണം, ഒത്തിരി ഞാൻ എടുക്കുന്നില്ല. വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഇതിനെ സംബന്ധിച്ചതായ വിശദീകരണങ്ങളും സൂചനകളും വിശുദ്ധ ബൈബിളിനുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വിശുദ്ധ ബൈബിളിൽ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നോഹയുടെ ദൈവം പറയുകയാണ്, നീ സർവ്വകുടുംബമായിട്ട് പെട്ടകത്തിൽ കടക്കണം. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2 ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്തുകൊള്ളണം. ഇതിൻ്റെയൊക്കെ സന്തതി ശേഷിച്ചിരിക്കാൻ വേണ്ടി നീ ചേർത്തുകൊള്ളണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം. പക്ഷികൾ അത് വെള്ളപ്പൊക്കം വന്നാൽ പറന്നു പോകും, മൃഗങ്ങൾക്ക് ഓടി ഒളിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നോഹയുടെ പെട്ടകത്തിലെ നോഹയുടെ ജലപ്രളയം എന്ന് പറയുന്നത് അത് ആഗോളതലത്തിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം. എന്നാൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ, ചരിത്രത്തിൻ്റെ തെളിവിൽ ആധികാരികമായിട്ട് പറയാൻ പറ്റും, നോഹയുടെ വെള്ളപ്പൊക്കം ഒരിക്കലും അത് ആഗോളതലത്തിലുണ്ടായ ഒന്നല്ല, ഗ്ലോബൽ അല്ലായിരുന്നു. അത് ഒരു ലോക്കൽ ജിയോഗ്രഫിക്കൽ ഇവൻ്റ് ആയിരുന്നു. കാരണം പുതുനിയമത്തിലെ ഈ വചനവുമായി, ഈ സംഭവവുമായി കർത്താവ് ചേർത്ത് പറയുന്നത് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലാകും. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ഒരു വീഡിയോയിൽ അതെന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിക്കും. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നോഹയുടെ പെട്ടകത്തിൽ നോഹയെ കൂടാതെ മനുഷ്യരുണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് FBയിൽ ഇട്ടപ്പോൾ തന്നെ കുറേ ആളുകൾ അതിൻ്റെ പുറകെ വന്ന് കമൻറ്റ്, എനിക്ക് ഈ ചില കമൻറ്റ് കാണുമ്പോൾ ഞാനതിന് മറുപടി കൊടുക്കാറില്ല. കാരണം ബൈബിളിലൊരു വാചകമുണ്ട്, നീ ഭോഷന് മറുപടി കൊടുക്കരുത്. കാരണം കൊടുത്താൽ നീയും ഭോഷനാണെന്ന് തോന്നും, അവരോട് തർക്കിക്കാനും പോകരുത്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോൾ കൃത്യമായ ബോധ്യവും അടിസ്ഥാനവും ഇല്ലാതെ ഇടത്തില്ല. പിന്നെ നമ്മൾ പഠിച്ചത് മാത്രമാണ് സത്യം എന്ന് ധരിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന കാര്യമായിരിക്കും പലപ്പോഴും നമ്മൾ ഇടുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഞാനിന്ന് വേഗത്തിൽ ഇതിലേക്ക് അല്ലെങ്കിൽ ഈ വാക്യത്തിലേക്കൊന്ന് പോകാനായിട്ട് ആഗ്രഹിക്കും. അപ്പോൾ എല്ലാ ആനിമൽസിൽ നിന്നും ക്ലീൻ ആയിട്ടുള്ള യു ഷാൽ ടേക്ക് വിത്ത് യു, അതായത് ഫോർ എവറി ആനിമൽസ് ക്ലീൻ
clean, you shall take with you 7, a male and his female, and of animals that not clean are 2 each, a male and his female. Genesis chapter 7 verse 2. ഞാൻ അതിനകത്ത് നമ്മുടെ കയ്യിലെല്ലാം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്റ്റഡി റിസോഴ്സ് എന്ന് പറയുന്നത് ബൈബിൾ ഹബ്ബാണ്. ഞാൻ ബൈബിൾ ഹബിൽ ഈ വാക്യം എടുത്തിട്ട് അതിൻ്റെ ഹീബ്രു ടെക്സ്റ്റ് അനലൈസിസ് ചെയ്തപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗമാണ്. അവിടെ യു ഷൽ ടേക്ക് വിത്ത് യു 7, എ മെയിൽ ആൻഡ് ഹിസ് ഫീമെയിൽ. ഈ മെയിൽ എന്ന വാക്കിന് ഹീബ്രുവിൽ, അതായത് സ്ട്രോങ്സ് ഡിക്ഷണറിയിലെ 376 എന്ന നമ്പറാണ്. 376 എന്ന നമ്പർ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ ഡിക്ഷണറിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ വേർഡ് ഈഷ് എന്നാണ്. മെയിൽ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് ഈഷ് എന്നാണ്. ഈഷ് എന്ന് വിളിക്കുന്നുണ്ട്, പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം അനദർ, എനി മാൻ, എ സർട്ടൻ, ചാമ്പ്യൻ, കൺസെന്റ്, ഈച്ച്, എവറി വൺ, ഫെലോ, ഹസ്ബൻഡ്, മാൻ, ഗുഡ്, ഗ്രേറ്റ്, മൈറ്റി മാൻ, ഹി, ഹൈ ഡിഗ്രി, ഹിം, ഹസ്ബൻഡ്, മാൻകൈൻഡ്, പീപ്പിൾ, പേഴ്സൺസ്, ടുവേർഡ്, whatsoever. KJV കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങളാണ് കേട്ടോ. KJV ഇങ്ങനെ ഈ വാക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ. ഒറിജിനലി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാൻ, മെൻ, ഈച്ച് വൺ, ഹസ്ബൻഡ്, എവ്രി മാൻ, എവ്രി മെൻ, ഈച്ച് മാൻ, ഇങ്ങനെയുള്ള വാക്കുകൾ. അപ്പം ഇഷ് എന്ന വാക്കിന്റെ അർത്ഥം മാൻ അല്ലെങ്കിൽ ഹസ്ബൻഡ്. ഹസ്ബൻഡ്. അപ്പൊ നമ്മൾ വായിക്കുന്ന നോക്കി, എല്ലാ ശുദ്ധിയുള്ള എല്ലാ കാട്ടുമൃഗങ്ങളിൽ നിന്നും നീ ഹസ്ബൻഡിനെയും, അപ്പം അതിൻ്റെ അപ്പം ഫീമെയിലിന് കൊടുത്തിരിക്കുന്ന വാക്ക് നോക്കാം. ഫീമെയിലിന് കൊടുത്തിരിക്കുന്ന വാക്ക് ഹീബ്രു ഡിക്ഷണറിയിലെ, സ്ട്രോങ് ഡിക്ഷണറിയിലെ 802 എന്ന വാക്ക്. അവിടെ കൊടുത്തിരിക്കുന്നത് അത് നൗൺ ഫെമിനിൻ ആണ്, ഇഷ. ഇഷ് ആൻഡ് ഇഷ. ഇഷ. ഈച്ച് ആൻഡ് എവറി ഫീമെയിൽ, അതിനാ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വൈഫ്, വുമൺ, മാരേജ്, വൺ, വൈഫ്സ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇഷ. സോ ഈച്ച്, എവറി ഫീമെയിൽ, മെനി, നൺ, വൺ, ടുഗദർ, ഇങ്ങനെയുള്ള ഓരോ വാക്കുകൾക്കും ഈ ഇഷ എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പദം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇഷും ഇഷായും. അപ്പം ഇഷ എന്ന പദം വൈഫിന് കൊടുക്കുന്നു, ഇഷ് എന്ന് പറഞ്ഞ പദം ഹസ്ബൻഡ് കൊടുക്കുന്നു. ഈ വാക്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഇഷ് എന്ന പദം ഏകദേശം പഴയ നിയമത്തില് 2006 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഇഷ് എന്ന പദം. അതിലെ ആരംഭമായ ചില ഉൽപ്പത്തി തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. അതിൽ ഒന്നാമത്തെ കാര്യം, ഉൽപ്പത്തി 2:23 പറഞ്ഞു, മനുഷ്യനോട് പറയണം, ഞാൻ നിന്നെ, ഷീ വാസ് ടേക്കൺ ഔട്ട് ഓഫ് മാൻ, അവളെ മനുഷ്യനിൽ നിന്ന് എടുത്തിരിക്കുക, പുരുഷനിൽ നിന്ന് എടുത്തിരിക്കുക, അവൾക്ക് നാരി എന്ന് പേരിടുന്നുണ്ട്. ബിക്കോസ് ഷീ വാസ് ടേക്കൺ ഔട്ട് ഓഫ് മാൻ, ഇഷ്, മാൻ. 2:24 പറയുന്നു, മനുഷ്യൻ തൻ്റെ ഭാര്യ, അപ്പനെ അമ്മയും വിട്ടുപറിഞ്ഞ് ഭാര്യയോട്, man shall leave his father and mother. Shall a man leave his father and mother? Man, ish. 3:14, ഉൽപ്പത്തി 3:14 പറയുന്നു, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അവിടെ കൊടുത്തിരിക്കുന്ന പദം ഇഷ്. your desire will be for your husband, ish. Genesis 4:1. കായൻ ജനിക്കുമ്പോൾ, ഐ ഹാവ് ഗോട്ടൺ എ മാൻ ചൈൽഡ്, എനിക്കൊരു പുരുഷനെ പുരുഷ പ്രജയെ തന്നിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊരു പുരുഷ, ഐ ഗോട്ട് എ മാൻ എന്ന് പറഞ്ഞ് അവന് ഖയൻ എന്ന് പേരിടുന്നുണ്ട്. 6:4 പറയുന്നു, അവര് കീർത്തികെട്ട പുരുഷന്മാർ. അവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്? ഇഷ്. 7:2 വന്നപ്പോൾ 7 മെയിൽ ആൻഡ് ഫീമെയിൽ എന്നാക്കി. അപ്പം ഇത്രയും നേരം ഇഷ് എന്ന് പറഞ്ഞ വാക്ക് മനുഷ്യനും ഹസ്ബൻഡിനും ഒക്കെ ഇട്ടിരുന്നാണെങ്കിൽ ഇപ്പോൾ വന്നിട്ട് പറയാം മെയിൽ. കാരണം ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, എല്ലാ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിനും അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്ക് ഒരു അജണ്ടയുണ്ട്. കാത്തലിക് ചർച്ചിന് അജണ്ടയുണ്ട്, ഓർത്തഡോക്സ് ചർച്ചിന് അജണ്ടയുണ്ട്, പിന്നെ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് അജണ്ടകളുണ്ട്, പെന്തക്കോസ്റ്റൽ സഭകൾക്ക് അജണ്ടയുണ്ട്,
എല്ലാ സഭയ്ക്കും അവരുടെ അജണ്ടയിലാണ് പോകുന്നത്. അപ്പൊ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ ഇതുവരെ മിഷൻ, ബാക്കിയുള്ള മുഴുവൻ സ്ഥലത്ത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ 7:2 എത്തിയപ്പോഴത്തേക്കും മൃഗം എന്നൊരു പദം വന്നപ്പോൾ പിന്നെ അവിടെ ഹസ്ബൻഡ് എന്നിടാൻ പറ്റത്തില്ലല്ലോ. കാരണം ഈ ട്രാൻസ്ലേറ്റേഴ്സ് മനഃപൂർവ്വമായിട്ട് അതിനെ ഇഷെന്ന് വാക്കിന് പകരം അല്ലെങ്കിൽ അവിടെ മെയിലെന്ന് അല്ലെങ്കിൽ ആണെന്നും പെണ്ണെന്നുമായിട്ട് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇഷ് ആൻഡ് ഇഷ. ഇതുപോലെ തന്നെ ഫീമെയിൽ എന്നതിന് കൊടുത്തിരിക്കുന്നത് വൈഫ്, വുമൺ എന്നതിനാണ് ഇഷ എന്ന വാക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇഷ് ആൻഡ് ഇഷ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇനി നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയേ, ഏതെങ്കിലും പശുവിന്റെ ഹസ്ബൻഡാണ് കാള എന്ന് പറയും, അല്ലെ കാളയുടെ വൈഫാണ് പശു എന്ന് പറയും. പൂവങ്കോഴിയുടെ ഭാര്യ എന്തി എന്ന് ചോദിക്കാറില്ലല്ലോ. പൂവങ്കോഴിയുടെ ഭാര്യയാണോ പെടക്കോഴി? അങ്ങനെയാണോ ഇവരെ വിളിക്കുന്നത്? എബ്രായ ഭാഷയിൽ ഈ മെയിൽ ആനിമൽസിനെയും ഫീമെയിൽ ആനിമൽസിനെയും വിളിക്കുന്ന പേര് ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് ബൈബിളിൽ നോക്കിയാൽ മനസ്സിലാകുന്നത്, മെയിലായിട്ടുള്ള അല്ലെങ്കിൽ മെയിൽ ആനിമലിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡ് സഖാർ എന്നാണ്. ZAKAR, സഖാർ. ഫീമെയിൽ ആനിമൽസിന് കൊടുത്തിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ നെഖിവ എന്ന. നെഖിവ പ്രൊനൗൺസിയേഷൻ മേ ബി തെറ്റായിരിക്കും, ദയവായിട്ട് എബ്രായ പണ്ഡിതന്മാർ എന്നോട് പിണങ്ങരുത്. നെഖിവ, NEQEVAH, നെഖിവ. അപ്പൊ സഖാർ എന്ന് പറഞ്ഞാൽ മെയിൽ ആനിമൽ, നെഖിവ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആനിമൽ. അല്ലാതെ മെയിൽ ആനിമലിനെ ഇഷ് എന്നോ ഇഷ എന്നോ വിളിക്കാറില്ല. ഇഷ് എന്നും ഇഷ എന്നും ബൈബിളിൽ ബാക്കി ഭാഗങ്ങളിൽ എവിടെയെല്ലാം ഉണ്ടെങ്കിലും അവിടെയെല്ലാം പുരുഷനെയും സ്ത്രീയെയും ഹസ്ബൻഡിനെയും വൈഫിനെയും സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ആദാം തന്റെ ഭാര്യയായ അല്ലെങ്കിൽ തന്റെ ഭാര്യ ഹവ്വായെ ഉറക്കമുണർന്ന് കാണുമ്പോൾ പറഞ്ഞു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കുക, ഇവക്ക് ഇഷ എന്ന് പേരാകും, നാരി എന്ന് പേരാകും എന്ന് പറയുക. ഷി വാസ് ദ വൈഫ് ഓഫ് ആദം. ആദമിന്റെ ഭാര്യയായിരുന്നു ഈ ഇഷ അല്ലെങ്കിൽ ഈ ഈവ്, ഹവ്വ എന്ന് പറയുന്ന ആ സ്ത്രീ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശുദ്ധിയുള്ള 7 ആണിനെയും 7 പെണ്ണിനെയും. അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് മെയിൽ ആൻഡ് ഇറ്റ്സ് മെയ്റ്റ്, അതിന്റെ മെയ്റ്റ്, അതിന്റെ പങ്കാളി. ഞാൻ ചോദ്യം ചോദിക്കുക, പശുവിന്റെ പങ്കാളി എങ്ങനെ കണ്ടു? പട്ടിയുടെ പങ്കാളി എങ്ങനെ കണ്ടെത്തും? പോട്ടെ, ഇത് ഏതായിരിക്കും ഇതിന്റെ പങ്കാളി? അല്ല, ഏതെങ്കിലും മൃഗങ്ങൾക്ക് അതിൻ്റെതായ പങ്കാളി ഉണ്ടോ? ഏതെങ്കിലും മൃഗങ്ങൾ അങ്ങനെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ? എനിക്ക് ലോകമൊത്ത കാര്യം അറിയത്തില്ല. എങ്കിലും ഒരു 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 മൃഗം അതിൻ്റെ പങ്കാളിയോട് മാത്രം വിശ്വസ്തത പുലർത്തി ആയുഷ്കാലം മുഴുവൻ അതിനോട് മാത്രം കൂറു പുലർത്തി കുടുംബജീവൻ നയിക്കുന്ന ഏതെങ്കിലും മൃഗമുണ്ടോ? അപ്പൊ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ നോഹയുടെ വെള്ളപ്പൊക്കത്തിനകത്ത്, നോഹയുടെ പെട്ടകത്തിനകത്ത് പുരുഷനും സ്ത്രീ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ്, ശുദ്ധിയുള്ള മൃഗം. ഇനി ഇപ്പൊ തന്നെ നിങ്ങളെ ഇത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് സഹിഷ്ണുത എന്ന് പറയാൻ ഭയങ്കര കുറവാണ് നമ്മുടെ മലയാളികൾക്ക്. കാരണം നമ്മൾ കുറെ കാലങ്ങളായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ അതെല്ലാം കൂടെ എന്ത് ചെയ്യും, ഒടിഞ്ഞു പോകുമ്പോൾ ഭയങ്കര വേദന. ഇനി ഇതെന്താണെന്നൊന്ന് തെളിയിക്കാനായിട്ട് ഞാനൊന്ന് പോകും. വളരെ ഷോർട്ടായിട്ടേ തെളിയിക്കത്തുള്ളൂ കേട്ടോ. ഇത് വലിയ വിഷയമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും നമ്മുടെ പ്രൈവറ്റ് സ്കൂളിൽ വരണം. നമ്മുടെ പ്രൈവറ്റ് സ്കൂൾ വളരെ വലുതാണ്, അല്ലെങ്കിൽ പറയാം അവിടെ ടീച്ചിങ്സ് വളരെ എലാബറേറ്റഡ് ആണ്. ആ ടീച്ചിങ്സുകളൊന്നും തന്നെ നമ്മൾ പബ്ലിക്കിന് കൊടുക്കാറില്ല, പബ്ലിക്കിൽ ഇടാറുമില്ല. അത് പ്രൈവറ്റ് സ്കൂളിൽ വരുന്ന ആളുകൾക്ക് മാത്രം ഉള്ളതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ മാത്രം ദയവായിട്ട് വന്നാലും മതി. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് പഠനം, കൃത്യമായ പഠനം അവിടെയുണ്ട്. ഇനി ഇതെന്താണെന്ന് മനസ്സിലായി. എന്താ ഈ മൃഗം? വേദപുസ്തകത്തിനകത്ത് ഈ മൃഗം എന്താ? ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക്, വെളിപ്പാട് പുസ്തകത്തിലാണെങ്കിൽ കരയിൽ നിന്ന് കയറി വരുന്നൊരു മൃഗം, കടലിൽ നിന്ന് കയറി വരുന്നൊരു മൃഗം, 2 കൊമ്പുള്ള മൃഗം, 7 തലയിൽ 7 കിരീടമുള്ള മൃഗം. അയ്യോ, മൃഗങ്ങളുടെ ബഹളമാണ് വെളിപ്പാട് പുസ്തകം. ഇത് മനസ്സിലാകാത്ത മനുഷ്യൻ ഇതിനാവശ്യമില്ലാത്ത പേര് വിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗംഭീരമായിട്ട് യാത്ര തുടരുകയാണ്. എന്നാൽ എന്താണ് ഈ മൃഗം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വേദപുസ്തകത്തിലേക്ക് തന്നെ നോക്കണം. അതായത് ഞാൻ എപ്പോഴും എടുക്കുന്നത് എക്സജസിസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഐസിജസിസ്. ഐസിജസിസ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവിടുത്തെ വാക്യം ഇവിടുത്തെ വാക്യം, ഇവിടുന്ന് ഒരു വാക്യം എടുക്കും, അപ്പുറത്ത് വേറൊരു വാക്യം എടുക്കും, വേറൊരു വാക്യം അവിടുന്ന് പോയി എടുക്കും, ഇല്ല ചെറി പിക്കിങ്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് വെക്കും. എന്തെങ്കിലും ബന്ധം കാണുമോ? ഒരു ബന്ധവും കാണത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം ബൈബിളിനെ ഒരിക്കലും കോണ്ടക്സ്റ്റിലായിട്ട്, എക്സജസിസ് മീൻസ് ടേക്കിംഗ് ബൈബിൾ
ആൻഡ് ഇന്റർപ്രറ്റിംഗ് ബൈബിൾ വിത്ത് ദ ബൈബിൾ. ഈ വചനം കൊണ്ട് പൊരുൾ തിരിക്കുമ്പോൾ മനുഷ്യന്റെ വ്യാഖ്യാനത്തിന്റെ ആവശ്യം. ഇപ്പൊ എനിക്കിവിടെ വ്യാഖ്യാനമൊന്നുമില്ല, ഞാൻ അതിന് അർത്ഥം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഇഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഹസ്ബൻഡ് വൈഫിന് പറയുന്ന പേരാ, മറ്റിടത്ത് എല്ലായിടത്തും അങ്ങനെ ബൈബിൾ. അത് പശുവിന്റെ ഭാര്യയാണ് ഭർത്താവാണ് കാളയെന്നും സിംഹത്തിന്റെ ഭാര്യയായ സിംഹി എന്നും പറയുന്ന നമ്മൾ ലോകത്തൊന്നും കേട്ടിട്ടില്ല. കാരണം ആനിമൽസിന്റെ ഇടയിൽ ഒരിക്കലും എന്തില്ല, ഹസ്ബൻഡ് വൈഫില്ല, അവർക്ക് മെയ്റ്റ്, അത് അവരുടെ അത് പങ്കാളി എന്ന് പറയാനും പറ്റത്തില്ല. അവർ പരസ്പരം എന്ത് ചെയ്യുക, ഇങ്ങനെ കുടുംബബന്ധം സൂക്ഷിക്കുന്നവരൊന്നുമല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. സോ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 26-ാമത്തെ, നമ്മുടെ അനന്തരം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ശ്രദ്ധയോടെ കേൾക്കണം. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിമേലും ഭൂമിയിലിഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. എൻ്റെ കൊച്ചു പ്രായം മുതൽ ഞാൻ ദൈവത്തോട് തന്നെ പല പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ പൊന്നു കർത്താവേ, ആദമിനിട്ട് കൊടുത്ത പണി എന്തൊരു പണി ചെയ്ത്? മൃഗം, പറവജാതി, ഇഴജാതി, മത്സ്യം, 4 വിഭാഗം. ഈ കാക്കയും കഴുകനെയും പരുന്തിനെയും ഒക്കെ എങ്ങനെ വാഴുന്നു? അല്ല, അപ്പൊ നമ്മൾ ഇതിനൊക്കെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് ആദാമിനെ മുഴുവൻ അനുസരിക്കുമായിരുന്നു. ആകാശത്ത് പറന്നു വരുന്ന കഴുകനെ നോക്കി ഇങ്ങനെ നൊടി ഇട്ടാൽ ആകാശം നീങ്ങി പറന്നിങ്ങി ഇറങ്ങി വരുന്നു. അലറിക്കൂയി വരുന്ന കാട്ടാനെ ആദം ഇങ്ങനെ മാടി വിളിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഇവയൊക്കെ വാഴാനുള്ള അധികാരം കൊടുത്തു. ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുക, ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ ഇപ്പൊ തീരും. എന്താണ് ഈ മൃഗങ്ങൾ? എന്താണ് ഈ മൃഗങ്ങൾ? ഇതിനെ വാഴുവാനായിട്ട് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? സൃഷ്ടിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം പറയാ, എങ്ങനെ മത്സ്യത്തെ വാഴുന്നത്? എനിക്കറിയാൻ വയ്യ. എങ്ങനെ പാമ്പിനെ വാഴുന്നത്? പാമ്പിനെ വാഴുന്ന ഒരാൾ മാത്രം കേരളത്തിൽ, അത് വാവ സുരേഷ്. എല്ലാ പാമ്പിനെയും പോയി പാലെ പിടിച്ച് പൂക്കിയെടുത്ത് കവറിനകത്താക്കി എവിടെയെങ്കിലും കൊണ്ട് കളയും. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഇറക്കി. അപ്പം നമ്മളെല്ലാം പാമ്പിനെ കണ്ട് വാഴുകയല്ല ചെയ്യുന്നത്, ഓടുക ചെയ്യുന്നത്. പാമ്പിനെ കണ്ട് പ്രാണം കളഞ്ഞിട്ട് ഓടും. ഒരു പട്ടി അടിക്കാൻ വന്നാലോ, ആദാമാണ് യേശുവിന്റെ നാമത്തിൽ വാഴെന്ന് പറയും, ഓടിക്കളയും നമ്മളില്ലേ. ഒരു പുലി പിടിക്കാൻ വന്നാലും അയ്യോ ഞാൻ ദൈവത്തിന്റെ മോന എന്നെ അങ്ങനൊന്നുമല്ല. ഇത് കാട്ടുമൃഗം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നിങ്ങൾ ബൈബിൾ നോക്കണം. ഇനി എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ബൈബിൾ എടുക്കുമ്പോൾ ഈ കാട്ടുമൃഗം എന്താ, ഈ മൃഗം എന്താ, മൃഗം എന്ന് മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ കർത്താവിന്റെ അപ്പോസ്തലനോട് തന്നെ ചോദിക്കാം. അപ്പോസ്തലനായ പത്രോസിനോട് ചോദിക്കാം. പത്രോസ് ഒരിക്കലും കൊർന്നലിയോസിന്റെ വീട്ടിൽ ചെന്നു വരെ പോകാൻ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു ദർശനം ഉണ്ടായി. ഏതാ? അപ്പോസ്തലനായ പത്രോസിന് സ്വർഗത്തിലെ ദൈവം ഒരു ദർശനം കൊടുത്തിട്ട് ദർശനം എന്തുവായിരുന്നു? സ്വർഗത്തിൽ നിന്നൊരു തുപ്പട്ടി ഇറങ്ങി വരും. തുപ്പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഷീറ്റ്, 4 കോണും കെട്ടിയിരിക്കുന്ന ഒരു ഷീറ്റ് ഇറങ്ങി വരും. അതിൽ ഭൂമിയിലുള്ള സകല മൃഗങ്ങളും ഉണ്ട്. അവിടെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ആകാശം തുറന്നിരിക്കുന്ന വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നത് അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറയുണ്ടായിരുന്നു. മത്സ്യമില്ല കേട്ടോ. ഇത് ന്യൂ ടെസ്റ്റമെന്റ്. ഓൾഡ് ടെസ്റ്റമെന്റ് നമുക്ക് മത്സ്യത്തെ കാണാൻ പറ്റും, കടലും മത്സ്യമുണ്ട്. ന്യൂ ടെസ്റ്റമെന്റിൽ എന്തില്ല? മത്സ്യമില്ല. എന്തുകൊണ്ട് മത്സ്യമില്ല? ന്യൂ കവനന്റിൽ പുതുവാന ഭൂമിയിൽ സമുദ്രമില്ല. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. സമുദ്രമില്ല എന്ന് പറഞ്ഞാൽ പസഫിക് സമുദ്രവും അന്റാർട്ടിക്കയും ഈ കാണുന്ന ബംഗാൾ ഉൾക്കടലും അറബിക്കടലെല്ലാം കൂടെ വറ്റിപ്പോയത് നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പുതിയ ഭൂമിയിൽ എന്തില്ല? അക്ഷരികമായ സമുദ്രമില്ല എന്നൊക്കെ പറഞ്ഞു. സമുദ്രം എന്നത് എപ്പോഴും ജാതികളെ കാണിക്കുന്നു. കര എപ്പോഴും യഹൂദനും കടൽ എപ്പോഴും ജാതിയാണ്. ന്യൂ ടെസ്റ്റമെന്റിൽ കരയും കടലും തമ്മിലുള്ള വ്യത്യാസമില്ല. കാരണം വിശുദ്ധന്മാർ എല്ലായിടത്തും ഒരുമിച്ച് താമസിക്കുന്നു. വിശുദ്ധന്മാർ എല്ലായിടത്തും ഉള്ളത് കൊണ്ട് പണ്ട് ദൈവത്തിന്റെ ജനം, ഉടമ്പടിയുടെ ജനം കനാനിൽ മാത്രമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ദൈവത്തിന്റെ ജനം ഭൂലോകത്തിന്റെ എല്ലാ കോണിലുമുണ്ട്, എല്ലാ ദ്വീപുകളിലുമുണ്ട്, എല്ലാ വനപ്രദേശങ്ങളിലുമുണ്ട്, എല്ലാ അർബൻ ഏരിയയിലുണ്ട്, വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിലുണ്ട്. ലോകത്തിന്റെ എല്ലാ കോണിലും ദൈവത്തിന്റെ ജനതയുള്ളത് കൊണ്ട് കടലും കരയും തമ്മിലുള്ള വേർതിരിവ് ഇന്നില്ല. ഇന്ന് ന്യൂ കവനന്റിൽ കടലില്ല. ഒറ്റ വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞു, പക്ഷെ ഞാനത് വിശദീകരിക്കാൻ പോയാൽ അത് വേറൊരു വലിയ സബ്ജക്റ്റ് ആയിട്ട് പോകും. ഞാൻ അവിടേക്കും പോകുന്നില്ല. ഇവിടെ പറയുകയാണ്, ആകാശത്തിലെ പറവയുണ്ട്,
ഇഴജാതിയുണ്ട്, നാൽക്കാലിയുണ്ട്. ഇതിനെ അറുത്ത് തിന്നുവാനായിട്ട് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, അയ്യോ ഞാൻ ഇതൊന്നും തിന്നിട്ടില്ല, ഞാൻ വിശുദ്ധമായതിനെ മാത്രമേ കഴിച്ചുകൂടെ, അശുദ്ധമായതൊന്നും തൊട്ടിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് 10-ാം അധ്യായത്തിൽ 26 പത്രോസ് എഴുന്നേൽക്കുക, അദ്ദേഹത്തിന്റെ കൊർന്നല്യോസിനെതിരേറ്റ് കാൽക്കൽ വീണ് നമസ്കരിച്ചു. കൊർന്നല്യോസ് പത്രോസിനെ എതിരേറ്റ് കാൽക്കൽ വീണ് നമസ്കരിക്കും. നമ്മൾ 10-ാം അധ്യായത്തിന്റെ 26 വാക്യം. പത്രോസോ എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനത്രയെന്ന് പറഞ്ഞു. അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചു കൊണ്ട് അകത്ത് ചെന്ന് അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ടവരോട് അവനോട് അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിക്ഷിപ്തമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്തോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നാൽക്കാലിയും ഇഴജാതിയും പറവജാതിയും ഒരു തുപ്പട്ടിയിൽ ഇറക്കി കൊടുത്തിട്ട് ഇതിനെ അറുത്ത് തിന്നോ എന്ന് പറയുമ്പോൾ പറയുന്നത്, ഞാൻ അശുദ്ധമായതൊന്നും തൊട്ടിട്ടില്ല. അതിന് പത്രോസിന് മനസ്സിലായ സത്യം എന്താണ്? അന്യജാതിക്കാരനായ ഒരുത്തന്റെ അടുക്കൽ യഹൂദന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, മൃഗത്തെ ആരുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉടമ്പടിയിൽ അല്ലാത്ത ജനത. ഞാൻ ഈ പറയുന്നത് ചെവിയുള്ളവർ കേൾക്കുക. ഉടമ്പടിയിൽ നിന്ന് പുറത്തിരിക്കുന്ന ജനതയ്ക്ക് ബൈബിൾ വിളിക്കുന്ന പേരാണ് ഏത്? മൃഗങ്ങൾ, ആനിമൽസ്. അപ്പൊ ദൈവം, മഹാദൈവം ആദമനോട് പറയും, ആദമേ നീ എന്ത് ചെയ്യണം? ഇഴജാതിയെ വാഴണം, പറവയെ വാഴണം, ആകാശത്തിലെ പറവയെ വാഴുക, നാൽക്കാലികളെ വാഴണം, സമുദ്രത്തിലെ മത്സ്യങ്ങളെ വാഴണം. നിന്നെ അതിനുവേണ്ടിയാ തിരഞ്ഞെടുത്തിരിക്കുന്നു. പറഞ്ഞാൽ എന്താ? യു ആർ ദ കവണന്റ്. നീയാണ് മനുഷ്യൻ. അപ്പം ഓൾഡ് കവണന്റിലെ മനുഷ്യൻ ആരാണ്? ആദം എന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറയും ജനറിക് ടേമാണ്, ജനറിക് ഫോം ഓഫ് മാൻ. സാധാരണ ഹ്യൂമൻ കൈൻഡിന് വിളിക്കുന്ന കോമൺ നെയിം ആണ് ഏതാ? ആദം. കവനന്റ് നെയിം, മനുഷ്യനെ വിളിക്കുക. എന്നാൽ ജാതികൾക്ക് വിളിക്കുന്നത് പറഞ്ഞ ആനിമൽസ്. കർത്താവ് യേശു ക്രിസ്തു കനാന്യ സ്ത്രീയോട് എന്താ പറഞ്ഞത്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിയും കൊടുക്കുന്നത് ഉചിതമല്ല. യേശു ക്രിസ്തുവിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടല്ലോ, യഹൂദ ഗോത്രത്തിലെ സിംഹം. ഹെരോദിനെ നോക്കിയിട്ട് ഒരു കർത്താവ് എന്ന് പറഞ്ഞാൽ, ആ കുറുക്കനോട് പോയി പറഞ്ഞാൽ ഇന്നും നാളെയും മറ്റന്നാളും ഭൂതങ്ങളെ പുറത്താം, 3-ാം നാൾ അത് സമാപിക്കും. സോ അവിടെ ആനിമലായിട്ട് അവനെ കാണും. ദാനിയേലിന്റെ പ്രവചനം നോക്കിക്കേ. നെബൂഖദ്നേസർ രാജാവല്ല, സിംഹത്തെ കാണുന്നു, കരടിയെ കാണുന്നു, പുള്ളിപ്പുലിയെ കാണുന്നു, ഇതെല്ലാം കൂടെ ചേർന്നൊരു ജീവിയെ കാണുന്നു. മുഴുവൻ നറേഷൻ മൊത്തം മൃഗം. എപ്പോഴും ശ്രദ്ധിച്ചോണം, ആനിമൽസ്, ബീസ്റ്റ്, ഓൾ സച്ച് നറേഷൻസ് അബൌട്ട് ദ ജെന്റൈൽസ്. യേശു കർത്താവ് ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ എന്താക്കും? മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇംഗ്ലീഷിലാണ് അങ്ങനെ, മലയാളത്തിൽ അങ്ങനെ. പക്ഷെ ഇംഗ്ലീഷ് എന്ത് പറയുന്നത്? ഫിഷേഴ്സ് ഓഫ് മാൻ. ഞാൻ നിങ്ങളെ മീൻപിടുത്തക്കാരാക്കും. സോ കടലിൽ കിടക്കുന്നവരെ പിടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ആക്കുമെന്ന് പറഞ്ഞു. ദൈവരാജ്യം എല്ലാവിധമായ മത്സ്യങ്ങളെയും പിടിക്കുന്ന വലയ്ക്ക് തുല്യമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ വരേണ്ട കാര്യം, ആദമിനെ ദൈവം വാഴാൻ ഏൽപ്പിച്ച ആരെയാ? ജെന്റൈൽസ്. അതായത് ഏദന്റെ പുറത്ത് ആളുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന പല ടേംസും നിങ്ങളുടെ പല വിശ്വാസത്തെ ഷോക്ക് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ വരാൻ അടിസ്ഥാനത്തെ ഇളക്കുന്നതാണ്. ബട്ട് ദിസ് ഈസ് ദ ട്രൂത്ത്. ഏദന്റെ പുറത്ത് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു, സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു. കായൻ അങ്ങനെ ഒരു സിവിലൈസേഷനിൽ പോയാണ് ഭാര്യ എടുത്തത്. അല്ലാതെ ആദാമിന്റെ മോളെ കല്യാണം കഴിച്ചെന്ന് പഠിപ്പിക്കുന്ന ഈ ആത്മലോകത്തെ പണ്ഡിത പുങ്കവന്മാരോട് ഞാൻ പറയുന്നത്, ദൈവം തമ്പുരാൻ വൃത്തികേടിന് കൂട്ടു നിൽക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കണം. ഉൽപ്പത്തി മുതൽ ദൈവം തമ്പുരാൻ, ഈ കഴിഞ്ഞിടയ്ക്ക് ഏതോ ഒരു കമന്ററി ഞാൻ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യകാലത്ത് സ്വന്തം പെങ്ങളെ തന്നെ കല്യാണം കഴിച്ച് മക്കളെ ജനിപ്പിക്കാൻ തമ്പുരാൻ അനുമതി കൊടുത്തിരുന്നത്. അമ്മയായാലും വേണ്ടില്ല, പെങ്ങളായാലും വേണ്ടില്ല, അനിയത്തിയായാലും വേണ്ടില്ല, മക്കൾ അങ്ങ് ജനിച്ചാൽ മതി. ദൈവം തമ്പുരാന്റെ ഗതികേട് നോക്കിക്കോണേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തമ്പുരാൻ സ്വഭാവം അങ്ങ് ഇതൊക്കെ മാറ്റി. അപ്പൊ ദൈവം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓന്തിന്റെ നിറം മാറുന്ന പോലെ ദൈവം നിറം മാറും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക, ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് ദൈവം തമ്പുരാൻ ഇമാതിരിയുള്ള കാര്യങ്ങൾക്കകത്ത് അനുകൂല അല്ല. തുടക്കം മുതൽ ആദാമിന്റെ പെമ്പിള്ളാരെ അല്ല ഹവ്വ അവരുടെ ആമ്പിള്ളാർ കല്യാണം കഴിച്ചത്. ഇത് നിങ്ങളങ്ങനെ പഠിപ്പിക്കാൻ കാരണം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആദാമിനെ മണ്ണ് കുഴച്ച് അതിനകത്ത് കളിമണ്ണുണ്ടാക്കി മൂക്കിലൂതി എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകാത്തത്. കായന്റെ ഭാര്യയെ തേടി നടക്കുക വിശുദ്ധന്മാരെല്ലാം. കായന്റെ പെണ്ണുപിള്ള കണ്ടുപിടിക്കുക, അവന്റെ ഭാര്യ എവിടുന്ന് കിട്ടി.
അത് പറയുക, അത് ആദാമിന് 600 വർഷം കൊണ്ട് കുറേ പെമ്പിള്ളേരുണ്ടായിരുന്നു. ആമ്പിള്ളേർ 2 വീട്ടിലും പെമ്പിള്ളേരെല്ലാം നോത് ദേശത്തും. എന്താ കുടുംബം അല്ലേ? എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഏദന്റെ പുറത്ത് മറ്റ് ജനതയുണ്ടായിരുന്നു. ഏദന്റെ അകത്ത് ആദമിനെ സപ്പോർട്ട് ചെയ്യാൻ, ആദമിനെ ശുശ്രൂഷിപ്പാൻ, ആദമിനെ ഹെൽപ്പ് ചെയ്യാൻ, തോട്ടത്തെ പരിപാലിക്കാനൊക്കെ പുറത്തുള്ള ആളുകൾ അകത്ത് ജോലി ചെയ്തിരുന്നു. അതിലൊരുത്തനാണ് പാമ്പ്. അത്രയും പറഞ്ഞ് അങ്ങ് വിടുക. അതിലൊരു മനുഷ്യനാണ് പാമ്പ്. പല ടീച്ചേഴ്സ്, പല ആളുകൾ ഇതിനകത്തുണ്ടായിരുന്നു. അവരാലാണ് ഇത് വഞ്ചിക്കപ്പെട്ടു പോയത്. സോ ഞാൻ പറഞ്ഞു വരുന്നത് സാരം, ആദമിനെ ദൈവമാക്കിയത് ഇതിനെ വാഴുവാൻ. അപ്പൊ മൃഗം എന്താണ്? പത്രോസിന്റെ ഭാഷ പറഞ്ഞ അന്യജാതിക്കാർ, ജെന്റൈൽസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ഈ നോഹയുടെ പെട്ടകത്തിനകത്ത് ഈ ഇഷും ഇഷായും ആരായിരിക്കും? ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും. അതിന്റെ അർത്ഥം എന്താ? എന്തായിരിക്കും ശുദ്ധിയുള്ള മൃഗം? ഞാൻ വിശ്വസിക്കുന്നു ദൈവം കൊടുത്ത ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുന്ന, ആ കവനന്റുമായിട്ട് താതാത്മ്യപ്പെട്ട് സർവശക്തനാം തമ്പുരാനോടുകൂടെ സ്നേഹത്തിൽ പുലരുന്ന, ആ ഉടമ്പടിയിൽ പുലരുന്ന നോഹയുടെ കുടുംബമല്ലാത്ത ജനവിഭാഗത്തിൽപ്പെട്ട 7 കുടുംബങ്ങളെ, ഭാര്യയും ഭർത്താവിനെയും നോഹ ഈ പെട്ടകത്തിലാക്കി. ശുദ്ധിയില്ലാത്ത 2 ഇപ്പോൾ മൃഗങ്ങൾ, ഇഴജാതികൾ, പറവകൾ, ഇതെല്ലാം എന്തുവാണ്? മനുഷ്യരെയാണ് കാണിക്കുന്നത്. സംശയമുള്ള ഒരു വേദോസം പോയി ഒന്ന് വായിച്ചു നോക്കുന്നത്, ഇഷ്ടംപോലെ ഉണ്ടെന്ന്. മഹാസർപ്പം എങ്ങനെ കാണിച്ചത്? ആരെയാ? മഹാപുരോഹിതൻ ഇട്ടിരിക്കുന്ന പേരാ മഹാസർപ്പം. കടലിൽ നിന്ന് കയറി വന്ന മൃഗം ആരാണ്? നീറോയ, അല്ലെങ്കിൽ റോമൻ സൈന്യത്തിന്റെ പേരാണ്. കടലിൽ നിന്ന് കയറി വന്ന മൃഗം. കരയിൽ നിന്നൊരു മൃഗം കയറി വന്നു. സീലറ്റ്സ് മൂവ്മെന്റ്സ് ആണ്. ഇസ്രായേലിന്റെ ഇടയിൽ നിന്ന് ഉണ്ടായി വന്ന കലാപകാരികളാണ്. അവരെയും മൃഗമെന്നാണ് വിളിക്കുന്നത്. ഭരണത്തെ കൊണ്ടുവരുന്ന എല്ലാവരും മൃഗമാണ്. ബീസ്റ്റ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. സോ ഞാനിത് പറഞ്ഞു തരുന്നതിന്റെ സാരം, പ്രധാനപ്പെട്ട ഒരു കാര്യം, നോഹയുടെ ജലപ്രളയം ആഗോളതലത്തിൽ ഉണ്ടായതല്ല, അതൊരു ലോക്കൽ ഇവന്റ് ആണ്. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവും അതൊരു ആഗോള ഇവന്റ് അല്ല. അത് ഒരു പ്രത്യേക ലൊക്കേഷനിൽ കേന്ദ്രീകൃതമായ ദൈവികമായ ഇടപാടാണ്. അവനെ കുത്തിത്തുളച്ചവർ അവനെ കാണും, സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. അത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഓറീസയിലും കിടക്കുന്ന ഗോത്രത്തിന്റെ കാര്യമല്ല. ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഇസ്രായേൽ. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും എന്ന വിഷയത്തിൽ നമ്മൾ അതിന്റെ വിശദീകരണം തരുന്നതായിരിക്കും. മറക്കല്ലേ, ഈ തിരുവെഴുത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ പറയാം. അതോടെ പറഞ്ഞിട്ട് ഞാൻ ഈ വാക്കുകൾക്ക് വിരമിടും. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഹോശേയ പ്രവചന പുസ്തകത്തിലേക്കൊന്ന് വന്നാൽ, ഹോശേയ പ്രവചനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, 1-ാമത്തെ ഉടമ്പടിയിൽ ദൈവം ആദമിനോടാണ് ഉടമ്പടി ചെയ്ത്. അവരായിരുന്നു മനുഷ്യർ. അതായത് ബൈബിൾ മനുഷ്യർ എന്ന് വിളിക്കുന്ന എല്ലാം ആ ഉടമ്പടിയിൽപ്പെട്ടവരെ, ആദാമ്യ ലൈന. ബാക്കിയുള്ളവരെല്ലാം മൃഗങ്ങളായിട്ടും പറവജാതിയായിട്ടും ഇഴജാതിയായിട്ടൊക്കെയാണ് കാണുന്നത്. ലവ്യാദാനായിട്ട് സമുദ്രത്തിലെ മഹാനക്രം എന്ന് പേരിട്ടിരിക്കുന്ന മിസ്രീമിലെ രാജാവിനെ. അപ്പം ഇങ്ങനെ ജാതികൾ എപ്പോഴും സമുദ്രത്തിൽ കിടക്കുന്ന ജന്തുക്കളായിട്ടും മറ്റിതര കാട്ടുമൃഗങ്ങളായിട്ടുമാണ് വിശുദ്ധ ബൈബിളിനകത്ത് ആ ഒരു നറേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് അന്നാളിൽ, അതായത് നമ്പരൻ എന്ത് ചെയ്യുമ്പോൾ ന്യൂ കവനന്റ് ആരംഭിക്കുന്നതിനെ കുറിച്ചൊരു പ്രവചന ഹോശേയ പറയുകയാണ്. അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെഴുന്ന ഇഴജാതിയോടും ഒരു നിയമം ചെയ്യും. പത്രോസ് കണ്ട തുപ്പട്ടിക്കകത്ത് എന്തൊക്കെയുണ്ട്? 4 കാലി, ഇഴജാതി, പറവ. മീനില്ല. സമുദ്രത്തിലെ മത്സ്യത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. തിമിംഗലയില്ല. കാരണം there is no sea in the new covenant. ഞാൻ വീണ്ടും പറയാം, ഇവിടെ തമ്പുരാൻ അന്നാളിൽ എന്ത് ചെയ്യും? കാട്ടിലെ മൃഗത്തോടും ഇഴജാതിയോടും നിലത്തിലെ ഇഴജാതികളോടും പക്ഷികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. ആരോട് നിയമം ചെയ്യും? അന്നാളിൽ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗത്തോടും ആകാശ പക്ഷിയോടും നിലപ്പം ദൈവം തമ്പുരാൻ ആ പുതിയ ഉടമ്പടിയിൽ ആരെയും കൂടെ ഉൾപ്പെടുത്തുക. കാട്ടിലെ മൃഗം, ആകാശത്തിലെ പറവ, ഇഴയുന്ന ഇഴജാതികളെ കൂടെ ദൈവം എന്ത് ചെയ്യാണ്? ഇതിന് ഒരുമിപ്പിക്കുന്നു. അല്ലെങ്കിൽ ആ ഉടമ്പടിക്കകത്ത് ഇവരെയും കൂടെ ദൈവം ചേർത്ത് നിർത്തുക. മനുഷ്യരോടുകൂടെ മൃഗങ്ങളെയും കൂടെ ചേർത്ത് തമ്പുരാൻ നിർത്തുകയാണ്. ദാറ്റ് മീൻസ് എന്താണ്?
പഴയ നിയമത്തിലെ ആളുകളെയും ജാതികളെയും കൂടെ ചേർത്തുള്ളതാണ് പുതിയ നിയമം. മൃഗവും മനുഷ്യരും ചേർന്നുള്ള ഉടമ്പടി. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് കൺക്ലൂഡ് ചെയ്യുകയാണ്. ദി ന്യൂ കവനന്റ് എന്ന് പറയുന്നത് മാൻ, അതായത് ഓൾഡ് കവനന്റിലുള്ള മനുഷ്യർ, അതായത് യഹൂദന്മാർ പ്ലസ് ജാതികൾ, മനുഷ്യരും മൃഗങ്ങളോട് ചേർന്ന ഉടമ്പടിയാണ് പുതിയ നിയമം. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പറഞ്ഞത്. ദൈവം അനുവദിക്കുന്നതിൽ അതിനോടുള്ള ബന്ധത്തിൽ അതെങ്ങനെയാണ് മനുഷ്യനും ഉണ്ട് മൃഗവുമുണ്ട് ഒരേ പെട്ടകത്തിനകത്ത്. ദാറ്റ് ഈസ് ദ പിക്ചർ ഓഫ് ദ ന്യൂ കവനന്റ്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ പിക്ചർ ഓഫ് ന്യൂ കവനന്റ്. സോ ശ്രദ്ധിക്കുക, നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക, ബൈബിൾ നോക്കുക. അവിടെ ശുദ്ധിയുള്ള മൃഗങ്ങൾ, ശുദ്ധിയില്ലാത്ത മൃഗം, ദിസ് ഓൾ ടോക്കിംഗ് അബൌട്ട് ഹ്യൂമൻ ബീയിങ്സ്. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് വൈൽഡ് ആനിമൽസ്. സിംഹം, പുലി, പശു, പാട്ടി, സീബ്ര, നമ്മുടെ എല്ലാ പിക്ചറിനകത്ത് കിടക്കുന്ന എല്ലാ വരിവരിയായിട്ട് വരുന്നു. പെൻഗിൻ വരുന്നു. ഈ കങ്കാരുവൊക്കെ എവിടെ പോയി? കങ്കാരുവിനെയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നു എനിക്കറിയത്തില്ല. പെൻഗിനൊക്കെ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കങ്കാരുവും പെൻഗിനും ഒക്കെ അവരുടേതായ സ്ഥലത്തുണ്ട്. പക്ഷേ ഈ വെള്ളപ്പൊക്കം നോഹയുടെ ഉടമ്പടിയുടെ ജലത്തോട് ബന്ധപ്പെട്ടതാണ്. ദാറ്റ് ഈസ് നോട്ട് എ വേൾഡ് വൈഡ് ഗ്ലോബൽ ഫ്ലഡ്, ഇറ്റ് ഈസ് എ ലോക്കൽ ഫ്ലഡ് as the second coming of Jesus Christ. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവും അങ്ങനെ തന്നെയായിരുന്നു. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ജെറുസലേം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. അത് അവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. സോ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടാം. സിംപിളി ഒരു മെസ്സേജ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു, നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് വീണ്ടും ഇത് തുടരാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഈ വചനങ്ങൾ നിങ്ങളെ ചലഞ്ച് ചെയ്യട്ടെ, തിരുവെഴുത്തുകളെ കൂടുതൽ മനസ്സിലാക്കാൻ ഇതൊരു പ്രേരണയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. May the Lord richly bless you all. Amen.